ഹായ് ഗൈസ്, നമസ്കാരം. വിഷ്ണുവാണ്. ചെറിയൊരു ഒഫീഷ്യൽ കാര്യം പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഒരുപാട് പേര് വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടാ എന്താണ് നിങ്ങളുടെ പ്രൊമോഷൻ വീഡിയോയുടെ ചാർജ്, എങ്ങനെയാണ് നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും ചാർജ് ചെയ്യുന്നത്? ഇതുവരെ ഒരു വീഡിയോയ്ക്കും ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും റെമ്യൂണറേഷൻ മേടിക്കാതെയാണ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രൊമോഷൻ വീഡിയോസ് ഒരു സ്ഥാപനം നന്നായി കാണണം അല്ലെങ്കിൽ ഒരു വ്യക്തി രക്ഷപ്പെടണം എന്ന് വിചാരിച്ചില്ല, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ ഓരോ വീഡിയോസും ചെയ്തിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കെയാണ്, നമ്മൾ സക്സസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് ഉണ്ടായത് നല്ലൊരു അനുഭവമാണെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരിലേക്കാണെങ്കിലും എത്തിക്കാൻ തോന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കോപോളോയുടെ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യമാണ്, ചേട്ടാ അവിടുത്തെ വർക്കൊന്നും കൊള്ളത്തില്ലല്ലോ, നിങ്ങൾ എന്തിലാണ് പ്രൊമോഷൻ ചെയ്തത്, കാശ് മേടിച്ചിട്ടാണോ പ്രൊമോഷൻ വീഡിയോ ചെയ്തത്? അപ്പോൾ ആ ഒരു സുഹൃത്തിനോടാണെങ്കിലും ആരോടാണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യമാണ്, നമുക്കുണ്ടായത് നല്ലൊരു അനുഭവമായിരുന്നു. നമ്മൾക്ക് പറഞ്ഞതിലും ഒരു ദിവസം മുമ്പേ അവർ വണ്ടി തന്നു. നമ്മൾ പറഞ്ഞ വർക്ക് ആ ഒരു പെർഫെക്ഷനിൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ അവിടുന്ന് നമുക്ക് ചെയ്ത് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നല്ല റിസൾട്ട് അവരോട് പറഞ്ഞത്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പ്രൊമോട്ടറാണെന്നോ ഞങ്ങൾ വീഡിയോ ചെയ്യുമോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടല്ല നമ്മൾ അവിടെ ചെന്നതും ഒന്നും. ഞാൻ ആ വണ്ടി അവരുടെ, അതായത് 4 സ്റ്റാർ ഹോളിഡേയ്സ് എന്ന് പറയുന്ന പാക്കിയിലുള്ള അവരുടെ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഞാൻ. ഏകദേശം 3-4 മാസമായിട്ടാണ് ഞാൻ അവരുടെ കൂടെ കയറിയിട്ടുള്ളത്. അവർക്ക് ഇനോവ ക്രിസ്റ്റ, എത്തിയോസ്, പിന്നെ ഒരു 14 സീറ്റ് ട്രാവലർ, 26 സീറ്റ് ട്രാവലർ, അതല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് മാർക്കോപോളോ. ഇങ്ങനെ വണ്ടികളാണ് അവർക്കുള്ളത്. നമ്മൾ അവരുടെ വണ്ടിയിലെ ഒരു ഡ്രൈവർ മാത്രമാണ്. വണ്ടി ഡെലിവറി എടുക്കാൻ പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ ഓട്ടത്തിലായിരുന്നു, നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ ഇവിടെ നമ്മുടെ ബെൻസിൽ കൊണ്ട് അവർ വർക്കിന് കയറ്റിയതും കാര്യങ്ങളുമില്ല. ആ സമയത്താണെങ്കിൽ നമ്മളവിടെ പോയില്ല, ഒന്നുമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വണ്ടി ഡെലിവറി ചെയ്യുന്നത്. ഇത് പണിയെല്ലാം കഴിഞ്ഞ് വണ്ടി ഇറക്കുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഞാൻ പോകുന്നത്. ഇതിന് മുമ്പാണെങ്കിലും നമ്മുടെ വണ്ടി, അതായത് നമുക്ക് 17 സീറ്റ് ട്രാവലർ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. ആ ഒരു ടൈമിൽ അത് ജോഷിലാണ് വർക്കിനും കാര്യങ്ങളും എല്ലാം കയറ്റി. ആ ഒരു സമയത്താണെങ്കിലും നമ്മളത് വീഡിയോ കോളുകളിലൂടെ മാത്രമാണ് ജോഷ് ഡിസൈൻസും അതുപോലെയുള്ള അവിടുത്തെ കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുള്ളത്. അല്ലാതെ നമ്മൾ നേരിട്ട് പോവുകയോ അത് എക്സ്പ്ലോർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഒരിടത്ത് പോകുന്നത്. അവിടുന്ന് നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ അന്ന് രാവിലെ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. മോഹൻചേട്ടൻ്റെ പെരുമാറ്റമാണെങ്കിലും മറ്റുള്ളവരുടെ കൂടെ നിന്ന് ഓരോ പണികൾ ചെയ്യിക്കുന്നതാണെങ്കിലും അതുപോലെ അവിടെ നിന്ന് ഇലക്ട്രീഷ്യനൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് വണ്ടി തീർത്ത് തരാനായിട്ട് അവർ കാണിച്ച ആത്മാർത്ഥതയും കാര്യങ്ങളുമൊക്കെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വീഡിയോ അവരെ പറ്റി ചെയ്തത്. നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ തുറന്ന് തന്നെ പറയും നമുക്കുണ്ടായത് വളരെ മോശം അഭിപ്രായമാണെന്ന്. നമ്മൾ മാർക്കോപോളോ അവിടെ വർക്ക് ചെയ്യാൻ കയറ്റുന്ന സമയത്ത് നമ്മുടെ ഓണർ, അതായത് ശ്രീകുട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, 2 വണ്ടികളാണ് മാർക്കോപോളോ അവിടെ വർക്കിനുണ്ടായിരുന്നത്. നമ്മൾ വണ്ടി എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഏകദേശം 8-9 വണ്ടികൾ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. വർക്ക് കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളവിടെ കൊണ്ട് വണ്ടി കൊടുക്കില്ല. അതുപോലെ തന്നെ ബഡ്ജറ്റ് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കത്തില്ല. ബഡ്ജറ്റ് പല രീതിയിലായിരിക്കും. നമുക്ക് ഓക്കെ ആയ രീതിയിൽ, ആരും കാശുകാരല്ല, കയ്യിൽ കാശ് വെച്ചിട്ടല്ല നമ്മളെല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് 100% സക്സസ് ആയിരുന്നു. നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് ആ വണ്ടി നമുക്ക് അവിടെ നിന്ന് പണിതിറക്കിയത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഓരോ ആളെ ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം ഒരു വണ്ടി പെയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ എന്ത് വർക്കാണെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിൽ കൊച്ചിന് ഡ്രസ്സ് മേടിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ വണ്ടിപ്രാന്തന്മാർ ഒരു വണ്ടി പണിതിറക്കുന്നത്. കയ്യിൽ കാശില്ലെങ്കിലും പട്ടിണിയാണെങ്കിലും വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിടാൻ നോക്കുന്നവരാണ് പല വണ്ടിപ്രാന്തന്മാരും. കാരണം അത് വണ്ടിയോടുള്ള സ്നേഹം, ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഉപകാരപ്പെടണം എന്നുള്ള ഒരു ഇതിലാണ് പലരും അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നത് കാശ് മേടിച്ചിട്ടല്ല. അതുപോലെ തന്നെ കാശിന് വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യത്തുമില്ല. നമുക്ക് സക്സസ് ആണ്, നമ്മൾ ചെയ്യും. അത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയുന്നതിന് എനിക്കൊരു മടിയില്ല. എനിക്കൊരു വീഡിയോയ്ക്ക് 1 വ്യൂവറാണ് 2 വ്യൂവറാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. ആ ഒരാളെൻ്റെ വീഡിയോ കണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷമാണ്. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്നോട് നേരിട്ട് പറയാം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. ഞാൻ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന പറയുന്ന കാര്യങ്ങളിൽ തെറ്റുകളുണ്ടാവാം. വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ പ്രിപ്പയർ ആയിട്ടല്ല ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത്. എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങളോട് പറയുന്നത്. അത് ചിലപ്പോൾ തെറ്റിപ്പോകാം, വാക്കുകളിൽ മിസ്റ്റേക്ക് വന്നേക്കാം. പക്ഷേ നിങ്ങൾക്ക് അത് ഓപ്പൺ ആയിട്ട് എന്നോട് പറയാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് പറയാം. അത് കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രൈവറ്റ് ആക്കി ഇടുന്നതല്ല. എല്ലാത്തിൻ്റെയും കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. ഈ വീഡിയോയുടെയും കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് എന്താണെന്ന് വന്നാലും തുറന്ന് പറയാം. ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്കുള്ള ഒരു മറുപടി പറയുന്നത്. അല്ലാതെ ആരെയും പേടിച്ചിട്ടോ ആ വ്യക്തിയുടെ കമൻറ്റ് അല്ലെങ്കിൽ മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്തിടാനോ ഒന്നിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളല്ല, 3-4 പേര് എനിക്ക് മെസ്സേജ് അയച്ചാണ് ക്യാഷ് കൊടുത്തിട്ടാണോ ക്യാഷ് മേടിച്ചിട്ടാണോ പ്രൊമോഷൻ.
ഒരിക്കലുമല്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒരു വീഡിയോ കൊളാബ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ഇടാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ വീഡിയോ ജെനുവിൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ 100% ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മല്ലു ബ്ലോഗറിൻ്റെ വീഡിയോസ് ആണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം വീഡിയോസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ട് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ട്രെയിലർ ലൈസൻസ് എടുക്കാനായിട്ടും എല്ലാത്തിനും മല്ലു ബ്ലോഗറെയാണ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക്, അതായത് ഒരു സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പം ലൈസൻസ് എടുക്കാനായിട്ട് ഒരുപാട് വലിയ എമൗണ്ട് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ വീഡിയോസ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതും. നമുക്ക് ഒരു വീഡിയോ മറ്റുള്ള ഒരു മൊബൈലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെയും താറടിച്ച് കാണിക്കാം. അതാണ് ഇന്നത്തെ സമൂഹം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും നേരിട്ട് എന്നോട് പറയാം, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, സന്തോഷമുള്ളൂ. ഒരാളെ എൻ്റെ വീഡിയോ കണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. 1 രൂപ പോലും വരുമാനം കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. യൂട്യൂബ് അല്ല എൻ്റെ ജീവിതമാർഗ്ഗം. എൻ്റെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി മാത്രമാണ്. എവിടെയെങ്കിലും പോവുക, ജോലി ചെയ്യുക, അതാണ് നമ്മളുടെ ജീവിതം. അല്ലാതെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് അരി മേടിക്കാം എന്നുള്ള രീതിയിലല്ല ഞാൻ വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ആരും കണ്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഹാപ്പിയാണ്. ഒരാളെ കണ്ടുള്ളെങ്കിൽ അത് മതി എനിക്ക്. ഞാനിട്ട വീഡിയോസ് തന്നെ പലരുടെയും ഫോണിൽ നിന്നും കണ്ടാണ് ആദ്യം ഞാൻ എൻ്റെ വീഡിയോസിന് വ്യൂവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒരാൾ വരെ കണ്ടിട്ടുള്ള വീഡിയോസ് ഉണ്ട് എൻ്റെ ചാനലിൽ, 2 പേര് കണ്ടിട്ടുള്ള വീഡിയോസ് ഉണ്ട് എൻ്റെ ചാനലിൽ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ ഒരാൾ കണ്ടിട്ടുള്ളതുണ്ട്. ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടില്ല. കാരണം എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഇടാറ്. എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ ഇടത്തില്ല. സമയം കിട്ടിയാൽ ഞാൻ ഇടും. അല്ലാതെ എനിക്ക് വരുമാനം വേണമെന്ന് വിചാരിച്ച് എൻ്റെ പണി കളഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോസ് ചെയ്യാറില്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സലാം.